മതനിരപേക്ഷ ശക്തികൾക്ക് വൻ സ്വാധീനമുള്ള കേരളത്തിൽ പോലും കോൺഗ്രസ്സിന് മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ അതിൻ്റെ നേതാക്കളെ തന്നെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇത് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിക്കുകയും BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അനന്തരഫലമാണ് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കേരളത്തിൽ പോലും ആരാണ് എപ്പോഴാണ് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നത്, ചേക്കേറുന്നത് എന്നത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം സംജാതമായിട്ടുള്ളത്. നെഹ്റു സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്നുവെന്ന് ഒരു ഘട്ടത്തിൽ KPCCയുടെ പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. RSSൻ്റെ ശാഖകൾക്ക് കാവൽ നിന്നുവെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കി. താൻ BJPയിലേക്ക് പോകില്ല എന്ന് പറയില്ല, അതാണ് അദ്ദേഹം വ്യക്തമാക്കിയ മറ്റൊരു കാര്യം. അത്തരം സാധ്യതയെ നിഷേധിക്കാൻ സാധിക്കാത്ത KPCC പ്രസിഡന്റുള്ള രാജ്യത്ത് ആരൊക്കെ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ചേക്കേറുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. RSSൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് പ്രതിപക്ഷ നേതാവിനും യാതൊരു സങ്കോചവും ഉണ്ടായിരുന്നില്ല എന്ന് വാർത്താമാധ്യമങ്ങൾ തന്നെ ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. മോഡിയുടെ പ്രത്യേക വിരുന്നിൽ പങ്കെടുത്ത കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി അതേ വിരുന്നിൽ പങ്കെടുത്ത BSP MP ഇപ്പോൾ BJPയിലാണ് ചേർന്നിട്ടുള്ളത് എന്ന കാര്യവും കൊല്ലം MP തന്നെ പിന്നീട് മോഡി ഉദ്ഘാടനം ചെയ്താൽ ഉണ്ടാകുന്ന നേട്ടത്തെ സംബന്ധിച്ചുള്ള വിശദീകരണവും വിരുന്നിന് ക്ഷണിച്ചാൽ ഞാൻ പോകും എന്ന മുരളീധരൻ്റെ പ്രഖ്യാപനവുമെല്ലാം ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുന്നതാണ്. രാജ്യത്തെ 13 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഇപ്പോൾ BJPയിലാണ്. കേന്ദ്ര മന്ത്രിസഭയിലും നിരവധി മുൻ കോൺഗ്രസ്സുകാരാണ് ഉള്ളത്. 200ഓളം മുൻ കോൺഗ്രസ് MLAമാരും MPമാരും ഇപ്പോൾ BJPയിലാണ്. 3 PCC പ്രസിഡന്റുമാർ ഇപ്പോൾ BJP നേതാക്കളായിട്ട് മാറി. പത്മജ വേണുഗോപാലൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ പ്രതാപന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. അവരാണ് ഇപ്പോഴും കാലുമാറി പോയത്. ഇത്തരത്തിൽ കോൺഗ്രസ് എപ്പോഴും BJP ആവുന്ന സാഹചര്യത്തിലാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഇവിടെ 2 അക്ക സീറ്റ് കിട്ടും എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം BJPക്ക് ഒരു സീറ്റും കിട്ടില്ല എന്നും കേരളത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ആരുടെ സീറ്റിനെ സംബന്ധിച്ചാണ് മോഡി പറഞ്ഞിട്ടുള്ളത് എന്ന് കൗതുകപൂർവം പരിഗണിക്കണം, പരിശോധിക്കണം എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിലുള്ള നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ BJPയിലേക്ക് ചേക്കേറിയിട്ടുള്ള കാര്യം നമുക്കറിയാം. ഇതിൻ്റെ പേര് ഞാൻ പറയേണ്ട കാര്യമില്ല, നമുക്കറിയുന്ന പേരുകളാണ്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് പറയാനുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പിന്നീട് പറയാം. നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല.